നമസ്തേ ബച്ചോ. കൂട്ടുകാരെല്ലാവരും കഴിഞ്ഞ ക്ലാസ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തേതിൽ നമുക്ക് ടെസ്റ്റിലെ ആക്ടിവിറ്റീസ് നോക്കാം. ടെസ്റ്റിൽ ആ ചാപ്റ്ററിൻ്റെ ഇടയിലായിട്ട് ചില ക്വസ്റ്റ്യൻസ് കാണാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, जेब से सिर बाहर निकालने पर रूरू ने क्या क्या देखे होंगे. പോക്കറ്റിൽ നിന്ന് തല ഉയർത്തി നോക്കിയപ്പോൾ, തല പുറത്തേക്കിട്ട് നോക്കിയപ്പോൾ രൂരു എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടിരിക്കുക? നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് കാണാറുള്ളത്? അതുപോലെ തന്നെ രൂരു എന്തൊക്കെ കാഴ്ചകളായിരിക്കും ആ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ, കങ്കാരു അമ്മയുടെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ എന്തൊക്കെ കാഴ്ചകളായിരിക്കും കണ്ടിരിക്കുകയെന്ന്. എന്തൊക്കെയായിരിക്കും കണ്ടിരിക്കുക? മരങ്ങൾ കണ്ടിട്ടുണ്ടാവും, പൂക്കൾ കണ്ടിട്ടുണ്ടാവും, പക്ഷികളെ കണ്ടിട്ടുണ്ടാവും, അതുപോലെ നദി കണ്ടിട്ടുണ്ടാവും, വെള്ളം കണ്ടിട്ടുണ്ടാവും, അല്ലേ, തോട് കണ്ടിട്ടുണ്ടാവും, പലതരത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടാകും. അപ്പം നമുക്ക് എഴുതാം. എന്താണ് ആൻസർ എഴുതണ്ടേ? പേട് പൗധേ, പേട് എഴുതിയിട്ടുണ്ട്, പൗധേ കണ്ടിട്ടുണ്ടാവും, പിന്നെ ഫൂൽ, പൂക്കൾ കണ്ടിട്ടുണ്ടാവും, ഫൂൽ, പിന്നെ പക്ഷികളെ കണ്ടിട്ടുണ്ടാവും, ചിടിയാം, ഫൂൽ ചിടിയാം, नदी, कई प्रकार के जानवर, आदि देखे होंगे. आदि देखे होंगे. എന്തൊക്കെയാണ്? പേട് പൗധേ, ചെടികൾ, മരങ്ങൾ, ചെടികൾ, പൂക്കൾ, അതുപോലെ പക്ഷികൾ, തടാകങ്ങൾ, നദികൾ, പലതരത്തിലുള്ള മൃഗങ്ങൾ, ഇവയെല്ലാം തുടങ്ങിയവയെല്ലാം. ഇനിയും ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്ന് പറഞ്ഞേക്കണേ കേട്ടോ. ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും കാണാനുണ്ട്. ഇത്രയൊക്കെ ഏകദേശം നമുക്ക് എഴുതാം, കണ്ടിട്ടുണ്ടാവുന്ന. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വരുന്നേ? സാഥി കോ ബുലാന ഓർ മിൽക്കർ ഘോംസല ബനാന, യഹാൻ ചിടിയ കാ കോൻസാ മനോഭാവ് പ്രകട ഹോത്താ ഹെ. കൂട്ടുകാരനെ വിളിക്കുക, അതുപോലെ ഒരുമിച്ച് കൂടുണ്ടാക്കുക. ഇത് പക്ഷിയുടെ അല്ലെങ്കിൽ കിളിയുടെ ഏത് മനോഭാവമാണ് പ്രകടിപ്പിക്കുന്നത്? എന്ത് മനോഭാവം പ്രകടിപ്പിക്കുന്നത്? അവിടെ എന്താ സംഭവിച്ചത്? നമ്മുടെ പക്ഷിയുടെ പക്ഷിയുടെ എന്താണ്, ആ അമ്മ പക്ഷിയുടെ കൂട് താഴെ വീണു, അല്ലേ? കുഞ്ഞുങ്ങൾ താഴെ വീണ് കിടക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും ആ അമ്മ കിളിയുടെ മനോഭാവം? എന്തായിരിക്കും? ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം, അല്ലേ? മാതൃപ്രേം. എന്താണ് അവിടെ പ്രകടമാവുന്നത്? മാതൃപ്രേം. പിന്നെന്താണ്? ഓർ ദായിത്വം. ദായിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തരവാദിത്വം. ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആരുടേതാണ്? നമ്മുടെ അമ്മക്കിളിയുടേതാണ്. അപ്പോൾ മാതൃസ്നേഹവും ദായിത്വവുമാണ് അവിടെ പ്രകടമാവുന്നത്. ദായിത്വ ബോധ പ്രകട ഹോത്താ ഹേ എന്ന് നമുക്ക് എഴുതാം. മാതൃപ്രേം ഓർ ദായിത്വ ബോധ പ്രകട ഹോത്താ ഹേ. അമ്മയുടെ സ്നേഹവും അതുപോലെ തന്നെ ഉത്തരവാദിത്വ ബോധവുമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് കിളിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. യഹാം രൂരു കെ ചരിത്ര की कौन सी विशेषता प्रकट होती है. ഇവിടെ രൂരുവിൻ്റെ സ്വഭാവത്തിലുള്ള ഏത് പ്രത്യേകതയാണ്
നമുക്ക് പ്രകടമായി കാണാനുള്ളത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏത് സ്വഭാവമാണ് കാണാൻ കഴിയുന്നത്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രൂരുവിൻ്റെ എന്ത് സ്വഭാവം കാണണേ? രൂരു എന്താ അത് കണ്ടപ്പോൾ, ആ അമ്മക്കിളിയുടെ സങ്കടം കണ്ടപ്പോൾ രൂരു എന്താ ചെയ്തേ? രൂരു ഒരു സ്ഥലം കാണിച്ചു തരാം, ഞാനൊരു സുരക്ഷിത സ്ഥലം കാണിച്ചു തരാം, അവിടെ താമസിക്കാം എന്ന് പറഞ്ഞു അല്ലേ. എന്നിട്ട് അമ്മയുടെ ആ ഉദരത്തിൽ കൊണ്ടുപോയിട്ട് വെച്ചു. ഉദരത്തിലെ സഞ്ചിയിൽ, അല്ലെങ്കിൽ വയറിൻ്റെ അവിടെയുള്ള ആ സഞ്ചിയിൽ കയറിയിരുന്നോളൂ, അവിടെയാണ് ഏറ്റവും സുരക്ഷിത സ്ഥാനം എന്ന് ആ കിളിയോട് പറഞ്ഞു അല്ലേ. അമ്മ കിളിയോട് പറഞ്ഞു ആ കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ കൊണ്ടുവച്ചോളാൻ. അതല്ലേ സംഭവിച്ചേ. അപ്പോൾ എന്താണ് പറയേണ്ടത്? രൂരു എന്തായിരിക്കണു? ദയാലു അല്ലേ. ദയാലു ആയി അല്ലേ. ദയാലു ഓർ സുജാവ്. എന്താണ്? പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക അല്ലേ. പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക. അങ്ങനത്തെ 2 കാര്യങ്ങളാണ് രൂരു ചെയ്യുന്നത്. ദയാലു ഓർ സുജാവ് പ്രകട ഹോത്താ ഹെ. ദയാലു ഓർ സുജാവ്, ആ ദയാമനോഭാവം, മറ്റുള്ളവരോടുള്ള ആ ഒരു ദയനീയത അല്ലെ, സഹതാപം, അതും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കഴിവും, അങ്ങനത്തെ 2 പ്രത്യേകതകളാണ് നമുക്കിവിടെ നമ്മുടെ രൂരുവിൽ കാണാനുള്ളത്. പിന്നെന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ്. കിസ്നെ കഹ, ആരാണ് പറഞ്ഞിരിക്കുന്നത്? കുറച്ച് ചിത്രങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, അടിയിൽ ഫില്ല് ചെയ്യാണ്ട്. താഴെ നോക്കൂ, ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കുറച്ച് 3 സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് കൂട്ടുകാരാരുമില്ല. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, പുറത്തു പോയി കൂട്ടുകാരെ ഉണ്ടാക്കൂ. മേരാ ഘോംസ്ല ബിഖർ ഗയാ ഹെ, എൻ്റെ കൂട് ചിന്നിച്ചിതറി അല്ലെങ്കിൽ താഴെ വീണു, പൊട്ടിപ്പോയി. അപ്പോൾ ഓരോന്നിനും ഏതാണ് യോജിക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് എന്താണ്? മേരാ ഗോംസ്ല ബിഖർ ഗയാ ഹേ, എൻ്റെ കൂട് തകർന്നു പോയി എന്ന് പറയാണ്. അടുത്ത എന്താ കാണിക്കണേ? ആ സഞ്ചിക്കുള്ളിൽ ഇരിക്കുന്നതാണല്ലേ. രൂരു സഞ്ചിക്കുള്ളിലാണ് ഇരിക്കുന്നത്, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പം തന്നെ എന്താ പറയണേ? എനിക്ക് ആരും കൂട്ടുകാരില്ല, ഇവിടെ ബോറടിക്കുകയാണ്, എനിക്ക് ആരും കൂട്ടുകാരില്ല എന്നല്ലേ. എന്താ പറയുന്നേ? എനിക്ക് ആരും കൂട്ടുകാരില്ല അവിടെ. എന്താണ്? മേരാ കോയി ദോസ്ത് നഹീം, എനിക്ക് കൂട്ടുകാരും തന്നെ ഇല്ല. പിന്നെ ഇനി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം എന്താ? താഴെ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നീ വേഗം കൂട്ടുകാരെ ഉണ്ടാക്ക്, നിനക്ക് കൂട്ടുകാരുണ്ടാവുമെന്ന് അമ്മ കങ്കാരു പറഞ്ഞു. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, എന്താണ്? ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ എന്ന്. അടുത്തത് എന്താ പറയുന്നത്? അമ്മ കെ പാസ് പहुंचाएं ലിഖി. ഇവിടെ 4 മൃഗങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ താഴെയായിട്ട് കുറച്ച് അവരുടെ കുട്ടികളുടെ മീതെ കൊടുത്തിരിക്കുന്ന മൃഗങ്ങളുടെ കുട്ടികളുടെ ചിത്രവും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്ത് ചെയ്യുക? അടുത്തേക്ക് യോജിപ്പിക്കുക. ഒന്നാമത്തേത് യോജിപ്പിച്ചിട്ടുണ്ട്. എന്ത്? കങ്കാരു ആണ് നമ്മൾ ഈ കാണുന്നത്. കങ്കാരുവിൻ്റെ കുട്ടി ആരാണ്? ജോയ്സ്. കങ്കാരുവിൻ്റെ കുട്ടിയെ പറയുന്ന പേരാണ് ജോയ്സ്. അതവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കങ്കാരുവിൻ്റെ ഇതവിടെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, നേരത്തെ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ എന്താണിത്? കുത്ത. ഇവിടെ എന്താ എഴുതേണ്ടത്? കുത്ത എന്നാണ് എഴുതേണ്ടത്. കുത്ത. ഇത് താ പകുതി പിന്നെ ഒരു തായും കൂടി. കുത്തായുടെ കുട്ടി എന്താണ്? കുത്തായുടെ കുട്ടി ആരാണ്? കുത്തായുടെ കുട്ടിയാണ് പില്ല. കുത്തയുടെ കുട്ടിയാണ് ആര്? പില്ല. അവിടെ കണ്ടോ എഴുതിയിരിക്കുന്ന താഴെ? ആ പട്ടിക്കുട്ടിയുടെ താഴെ എഴുതിയിരിക്കുന്നുണ്ടോ?
പില്ല എന്നാണ് കുത്തയുടെ യങ് വണ്ണിനെ പറയുക, കുട്ടിയെ പട്ടിക്കുട്ടിയെ പറയാം. ഇനി അടുത്തത് ആരാണത്? ബില്ലി. ആരാണ്? ബില്ലി. പൂച്ച, ക്യാറ്റ്. ബില്ലി എന്നാണ് പറയുക. പൂച്ചക്കുട്ടി എന്താ പറയുക? ബില്ലി. ബില്ലിയുടെ കുട്ടിയായിട്ട് നമുക്ക് യോജിപ്പിക്കാം. എവിടെയാണ്? ഇവിടെ ഉണ്ട് ബില്ലിയുടെ കുട്ടി. ബില്ലിയുടെ കുട്ടി എന്താ പറയുക? ബിലൗട്ട. ബില്ലിയുടെ കുട്ടിയെ പറയുന്നതാണ് ബിലൗട്ട. അടുത്തതാരാണ് ഇരിക്കുന്നത്? നമുക്ക് എപ്പോഴും നമ്മളെ വിളിച്ചുണർത്തുന്നത് ആരാണ്? വിളിച്ചുണർത്തുന്ന ആളാരാണ്? മുർഗി. ഇതാരാണ്? മുർഗി. മുർഗി. രണ്ട് രീതിയിലും എഴുതാം. മുർഗിയുടെ കുട്ടിയാണ് ആര്? ചൂസ. ഇനി അടുത്തത് എന്താണ്? പഹ്ചാനേം ക്രം മേം ലിഖേം. ഓരോന്നും വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? ഓർഡറായിട്ട് എഴുതണം. ഓരോ സെൻറ്റൻസും അതാത് ഓർഡർ അനുസരിച്ച് എഴുതുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ സെൻറ്റൻസ് നോക്കൂ. രൂരു കാ കോയി ദോസ്ത് നഹീ ഥാ. രൂരുവിന് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് സെൻറ്റൻസ് എന്താ? രൂരു ചിടിയാ കെ പീച്ചെ ചൽപ്പട. രൂരു ആ പക്ഷിയുടെ അമ്മ പക്ഷിയുടെ പുറകെ പോയി. അമ്മീനെ ചിടിയാ കെ ബച്ചെ കോ ജേബ് മേം രഖ് ലിയ. അമ്മ കങ്കാരു എന്ത് ചെയ്തു? ആ പക്ഷിക്കുട്ടികളെ തൻ്റെ സഞ്ചിയിൽ വെച്ചു. രൂരു അമ്മി കി ജേബ് സെ സിർ നിഖാല. രൂരു അമ്മയുടെ സഞ്ചിയിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന് തല പുറത്തേക്കിട്ടു. ചിടിയാനെ രൂരു കോ ഖാന സിഖാ ദിയ. ചിടിയ രൂരുവിനെ പാട്ട് പഠിപ്പിച്ചു. പക്ഷി രൂരുവിനെ പാട്ട് പഠിപ്പിച്ചു. ബച്ചെ സമീൻ പർ ബേഹാൽ പടേ ഥേ. പക്ഷിക്കുട്ടികൾ ആ നിലത്ത് എങ്ങനെ കിടന്നിരുന്നേ? അവശരായിട്ട് കിടക്കുകയായിരുന്നു. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. രൂരു ഒരു കങ്കാരുവിൻ്റെ കുട്ടിയാണ്. അപ്പോൾ ഓരോന്നും ഓർഡറായിട്ട് എഴുതണം. എന്താണ് ഒന്നാമത്തെ സെൻറ്റൻസ്? എന്ത് വരും? ഏതാണ് ഒന്നാമത് വരിക? രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. അതാണ് ഒന്നാമത്തെ സെൻറ്റൻസ്. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത. അടുത്ത ഇതിനകത്ത് ഏതായിരിക്കും പറയണേ? പിന്നെന്തായിരിക്കും പറയുക? രൂരു കെ കാ കോയി ദോസ്ത് നഹീ ഥാ. രൂരുവിന് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല. ടെക്സ്റ്റ് നല്ലപോലെ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നാമത്തെ സെൻറ്റൻസ് ഏതാണ്, ആദ്യം വരുന്ന ഏതാണ്, രണ്ടാമത് വരുന്നത് ഏതാണ് എന്നുള്ളത് നോക്കി തന്നെ കണ്ടുപിടിക്കണം. അടുത്തത് മൂന്നാമത് വരുന്നത് ഏതാണ്? രൂരു അമ്മി കി ജേബ് സെ സിർ നികാല. അതല്ലേ അടുത്തത്? രൂരു അമ്മയുടെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അടുത്തത് ഏതാവും? രൂരു ചിടിയാ കെ പീച്ചെ ചൽപ്പട. അല്ലേ? രൂരു ആരുടെ പിന്നാലെ പോയി? പക്ഷിയുടെ പിന്നാലെ പോയി. രൂരു പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓരോന്നും കണ്ടു വരുമ്പോഴാണ് പക്ഷിയെ കണ്ടത്. ആ പക്ഷിയുടെ പിന്നാലെ ചാടിപ്പോയി. പിന്നെ അതിന് ശേഷം എന്താ ഉണ്ടായത്? അങ്ങനെ പക്ഷിയുടെ പിന്നാലെ പോയപ്പോൾ എന്താ കാണുന്നത്? അവിടെ ബച്ചേ സമീൻ പർ ബേഹാൽ പടേ ഥേ. പക്ഷിക്കുട്ടികൾ അവിടെ അവശരായി കിടക്കുന്നത് കണ്ടു. അപ്പോൾ എന്താണ് പറഞ്ഞു കൊടുത്തത്? എന്ത് സുചാവാ കൊടുത്തത്? അമ്മീനെ അമ്മയുടെ ഉദരത്തിൽ വയ്ക്കാം, സഞ്ചിയിൽ വയ്ക്കാം, സുരക്ഷിതമായൊരു സ്ഥലം കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ എവിടെയാണ്? അമ്മീനെ ചിരിയാക്കെ ബച്ചേക്കോ ജേബുമേം രഖ് ലിയ. കങ്കാരു അമ്മ പക്ഷിക്കുട്ടികളെ തൻ്റെ സഞ്ചിയിൽ
സുരക്ഷിതമായി വെച്ചു. അതിനുശേഷം പക്ഷിക്കുട്ടികൾ വലുതായി മറ്റേ അമ്മക്കിളി എന്ത് ചെയ്തു, കങ്കാരുവിൻ്റെ കുഞ്ഞിന് എന്തറിയില്ല എന്ന് പറഞ്ഞു, പാട്ടറിയില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പക്ഷിക്കുട്ടികളെ സഹായിച്ചപ്പോൾ അമ്മക്കിളി എന്ത് ചെയ്തു, കങ്കാരുക്കുട്ടിക്കും പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. അവർ എല്ലാവരും കൂട്ടുകാരായി അല്ലേ, ഫ്രണ്ട്സായി. ആദ്യം ദോസ്തി ഇല്ല എന്ന് പറഞ്ഞു, എനിക്കാരും കൂട്ടുകാരില്ല എന്ന് പറഞ്ഞു. പക്ഷേ കൂട്ടുകാരെ കിട്ടിയല്ലേ. കങ്കാരുക്കുഞ്ഞിന് ഒരു പക്ഷിക്കുട്ടിയെ കൂട്ടുകാരനായി കിട്ടി. ഈ താഴെ കൊടുത്തിരിക്കുന്ന അവിടെ സ്ഥലത്ത് നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക കേട്ടോ. ഒരെണ്ണം അവിടെ വെച്ച് എഴുതിയിട്ടുണ്ട്, രൂരു ഏക്ക് കങ്കാരു കാ പെച്ചാത. അടുത്ത സെൻറ്റൻസ് മുതൽ നിങ്ങൾ ഫില്ലപ്പ് ചെയ്യുക. അടുത്ത എന്താണ്? സബേരെ ഹി സാരെ മിത്ര ആയേ ചിടിയാസെ ബാത്തേം കർണേ ലഗേ. രാവിലെ തന്നെ എന്താണ്, എല്ലാ കൂട്ടുകാരും വന്നു. കണ്ടോ, എത്ര കൂട്ടുകാരായി കങ്കാരുവിന്. പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് വന്നു. കണ്ടോ, എല്ലാവരും ഒത്തൊരുമിച്ച് വളരെയധികം സന്തോഷത്തോടു കൂടെ തുള്ളിക്കളിക്കുന്ന ചിത്രം കണ്ടോ. ചിടിയാസെ ബാത്തേം കർണയിലേക്ക് ആ പക്ഷിക്കുട്ടികളോട് സംസാരിക്കാൻ തുടങ്ങി, പക്ഷിയോട് സംസാരിക്കാൻ തുടങ്ങി. ബാത്ചീത്ത് ആകെ ബഡായേം. നമുക്ക് എന്ത് ചെയ്യണം? ബാത്ചീത്ത് എന്താണ്? സംഭാഷണം, കോൺവെർസേഷൻ. അത് നമുക്ക് കൂടുതലായിട്ട് എഴുതണം. ഹാത്തി എന്താ പറയുന്നത്? ഹാത്തി ആരാണ്? ഹാത്തി എന്ന് പറഞ്ഞാൽ ആന, എലിഫൻ്റ്. ആന എന്താ പറയുന്നത്? കങ്കാരു കി ചേബുമേ കൈസാ രഹ. എന്താ ചോദിക്കണേ? കങ്കാരുവിൻ്റെ പോക്കറ്റിൽ ഇരുന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. കങ്കാരുവിൻ്റെ സഞ്ചിക്കുള്ളിൽ ഇരുന്നപ്പോൾ എന്തായിരുന്നു അനുഭവം? എന്തു തോന്നി? സന്തോഷമായോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? പക്ഷിക്കുഞ്ഞുങ്ങൾ എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ബഹുത്ത് അച്ഛാ, ബഹുത് അച്ഛാ ഥാ, ബഹുത് അച്ഛാ ഥാ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. വളരെയധികം നല്ലതായിരുന്നു, വളരെ നല്ലതായിരുന്നു. അപ്പം മേണ്ഡകാരാണ്? തവള. ഫ്രോഗ്. ചിടിയ നമുക്കറിയാം എന്താണ് ചിടിയ ബേർഡ്. എലിഫൻ്റ് ബേർഡ്, പിന്നെ ഫ്രോഗ് ഒക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഫ്രോഗ് തവള എന്താ പറയുന്നത്? ക്യാ जेब में डर नहीं लगा. സഞ്ചിയിലിരുന്നപ്പോൾ പേടി തോന്നിയോ എന്നാണ് തവള ചോദിക്കുന്നത് കേട്ടോ. ആ സഞ്ചിക്കുള്ളിലിരുന്നപ്പോഴേ, സഞ്ചിക്കുള്ളിലല്ലല്ലോ ഇരിക്കാറ്. എവിടെ ഇരിക്കുക പക്ഷിക്കുട്ടികൾ ഇരിക്കുന്നത്? എവിടെയാണ് ഇരിക്കുന്നത്? കൂട്ടിലല്ലേ ഇരിക്കുക. കിളിയുടെ നെസ്റ്റിലാണ് ഇരിക്കുക, കൂടിലാണ് ഇരിക്കുക. അപ്പോൾ അത് തുറന്നിട്ടുള്ള സ്ഥലമല്ലേ, ഇങ്ങനെ പോക്കറ്റിലല്ലല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പോക്കറ്റിലിരുന്ന സമയത്ത് പേടി തോന്നിയോ, സഞ്ചിയിലിരുന്ന സമയത്ത് പേടി തോന്നിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പക്ഷിക്കുട്ടികൾ എന്തായിരിക്കും പറയുണ്ടാവുക? ഇല്ല അല്ലേ, പേടി തോന്നിയിട്ടുണ്ടാവില്ല. അവർക്ക് കൂട്ടുകാരുണ്ടായിരുന്നു അല്ലേ. പക്ഷിക്കുട്ടിയുടെ കൂടെ ഒരു സൈഡിൽ നമ്മുടെ രൂരും കയറിയിരുന്നിരുന്നു. അപ്പോൾ അവർക്ക് പേടിയൊന്നും തോന്നിയില്ല. നഹീം മസാദ, നല്ല രസമായിരുന്നു എന്ന്. നല്ല രസമാണ് തോന്നിയത്. അപ്പോൾ ബാലു എന്താ ചോദിക്കണേ? ബാലു ആരാണ്? ബിയർ, കരടി എന്താ ചോദിക്കണേ? അമ്മി കൈസി ഥി. അമ്മ എങ്ങനെയുണ്ട്? കങ്കാരു അമ്മ എങ്ങനെയുണ്ട് എന്ന്. അമ്മി കൈസി ഥി. അമ്മി കൈസി ഥി, എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? അപ്പോൾ പക്ഷിക്കുട്ടി എന്താ പറയണേ?
ബഹുത് അച്ഛി ഥി, വളരെ നല്ലതായിരുന്നു, വളരെ നല്ല അമ്മയായിരുന്നു. ബഹുത് അച്ഛി ഥി. പിന്നെ എന്താ ഇനി അടുത്തത് ആര് ചോദിക്കണതാ? ഇനി ബാലു വീണ്ടും ചോദിക്കാം എന്തെങ്കിലും അല്ലേ? ബാലു. ബാലു എന്തായിക്കണേ? രൂരു കഹാ രഹ. അതൊരു നല്ല ചോദ്യം അല്ലേ? രൂരു കഹാ രഹ. രൂരു എവിടെയായിരുന്നു ഇരുന്നുണ്ടാവുക? നിങ്ങൾക്കും സംശയം തോന്നിയില്ലേ? രൂരു എവിടെയാണ് ഇരുന്നേ? അപ്പോൾ ഈ അമ്മ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ ഈ പക്ഷിക്കുട്ടികളെല്ലാം ഇരുന്നപ്പോൾ രൂരു എവിടെയായിരുന്നത്? രൂരു എവിടെയിരുന്നെന്നാ പറയണേ? ചിടിയ. ആരാ അപ്പോൾ പറയേണ്ട മറുപടി? ചിടിയ. ചിടിയ പറയാണ് ജേബ് മേ ഹി രഹ. ജേബ് മേ ഹി, ജേബ് മേ ഹി രഹ. ഇനിയും നമുക്ക് അങ്ങനെ കൂടുതൽ എഴുതി കൊണ്ടുപോവാം. അടുത്തത് ആരാ ചോദിക്കണ്ടേ? ഇനിയും ആരെയൊക്കെയാണ് കാണുന്ന ചിത്രത്തിൽ? ആരൊക്കെയാണുള്ളത് നോക്കൂ. ഒരു കുറുക്കനെ കാണുന്നുണ്ട്, തത്തമ്മയുണ്ട്. ആരാണ് അടുത്ത് പറയണേ? ലോമടിയാവാം, ഫോക്സ്. ലോമടി എന്താ ചോദിക്കണേ? ക്യാ തും ഫിർ ജാവോഗെ ജേബ് മേ? നീ വീണ്ടും പോവോ ഉള്ളിലേക്ക്? ഇത്രയ്ക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ക്യാ തും ഫിർ ജേബ് മേ ജാവോഗെ? ജേബ് മേം ജാവോഗി. വീണ്ടും നീ ഉള്ളിലേക്ക് പോവോ? അപ്പോൾ ആരും മറുപടി പറയണം? ചിടിയ. ചിടിയ എന്താ മറുപടി പറയണേ? നോക്കാം. നഹീ ജാവൂങ്കി. ഇനിയും പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല, വളർച്ചയെത്തി അല്ലേ? ഇനി അവർക്ക് തന്നെ കൊത്തിപ്പെറുക്കി തന്നെ പുറത്ത് ജീവിക്കാനുള്ള കഴിവായി. അപ്പോൾ ഇനിയും പോവില്ല. നഹീ ജാവൂങ്കി. അപ്പോൾ നമ്മുടെ മുർഗിയെ കാണാണ്ട് അവിടെ അല്ലേ? മുർഗി എന്താ ചോദിക്കണേ? മുർഗി. മുർഗി എന്താ ചോദിക്കുക? ക്യോം, എന്താ പോവാത്തെ? നല്ല ഇഷ്ടമുള്ള സ്ഥലമല്ലേ, പിന്നെന്താ പോയിക്കൂടെ? അപ്പം ചിരി എന്താ പറയാ? ചിടിയ मैं उड़ने लायक होती हूँ. मैं उड़ने लायक होती हूँ. ഞാൻ പറക്കാറായി അല്ലേ? പറക്കമുറ്റി തുടങ്ങിയിരിക്കുന്നു ഞാൻ. എനിക്ക് പറക്കാൻ ചിറകുകൾ വന്നു. അപ്പോൾ ഇനിയും പോകേണ്ട ആവശ്യമുണ്ടോ? ഇനിയും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനിയും എന്താ പറയുക? അപ്പോൾ എല്ലാ ജാൻവറും കൂടി എന്താ പറയണേ? എല്ലാവരും കൂടി എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? സബി ജാൻവർ. സബി ജാൻവർ മിൽക്കർ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ടീക്ക് ठीक है, ठीक है. फिर मिलेंगे, फिर मिलेंगे. हम चाहते हैं. मैं उड़ने लायक होती हूँ. എനിക്ക് പറക്കാനായി.
സബി ജാൻവർ മിൽക്കർ കഹത്തെ ഹേ ടീക്ക് ഹേ ഫിർ മിലെങ്കെ. പിന്നെ വരാം, ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞു. ഇത്രയാണ് കൂട്ടുകാർ എഴുതേണ്ടത്. ഇനി അടുത്തത് എന്താ? ലിഖേം ക്യാ ക്യാ ദേഖേം. എന്തൊക്കെയാണ് കണ്ടതെന്ന് എഴുതണം. ഇവിടെ ദാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? ദുനിയ കിത്നി ബഡി, എത്ര വലുതാ ലോകം. കിത്ന സുന്ദർ, എത്ര മനോഹരമാണ്. കിത്നെ സാരേ രംഗ്, എത്ര നിറങ്ങളാണ്. ആവാസേം, എത്ര ശബ്ദങ്ങളാണ്. കിത്നി ഖുശ്ബു, എത്ര മണങ്ങളാണ് ഇവിടെ, അല്ലേ? എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ കുറേ ചിത്രങ്ങളുണ്ട്. മരത്തിൽ കിളിയിരുന്ന് പാടുന്നു, പക്ഷിപ്പാട്ട് പാടുന്നു, ഒരു പുഴ കാണിച്ചിട്ടുണ്ട്, അടുത്ത വീട്, മരം, പിന്നെ സൂര്യന് ഉദിച്ചു വരുന്നു, പിന്നെ പൂക്കളിലൊരു പൂമ്പാറ്റ ഇരിക്കുന്നുണ്ട്, മഴ പെയ്യുന്നതിൻ്റെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഒന്നാമതൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ആസ്മാൻ മേം ബാദൽ ഹേ പാനി ബറസ്താ ഹേ. ആകാശത്ത് മേഘങ്ങൾ, ബാദൽ എന്താണ്? മേഘങ്ങൾ ഉണ്ട്. പാനി ബറസ്താ ഹേ, മഴ പെയ്യാൻ തുടങ്ങി. അതാണ് ഈ ചിത്രം. പിന്നെ ഇനി ഓരോ ചിത്രവും നോക്കി നമുക്ക് എഴുതണം. ഒരു ചിത്രത്തിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ ചിത്രത്തിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ആണ് ഒന്നാമത്തെ കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് ദാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2, ഇതൊന്നാമത്തെ ചിത്രം. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? ചിടിയ പേഡ് പർ ബൈഠ് കർ ഗാ രഹാ ഹേ. എന്താ എഴുതാം? ചിടിയ पेड़ पर बैठकर गा रहा है. पेड़ पर बैठकर गा रहा है. പിന്നെന്താ? അതവിടെ എന്താണ്? പുഴ കാണിച്ചിട്ടുണ്ടല്ലേ. അടുത്ത എന്താണ്? മൂന്നാമത്തെ ചിത്രത്തിൽ പുഴ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ഇതെന്ന്? നദി ബഹ്താ ഹേ. പിന്നെന്താ അടുത്ത ചിത്രം? സൂരജ് പഹാഡോं के पीछे से आ रहा है. പുറകീന്ന് വരുന്നുണ്ട്. ആരാ വരുന്നത്? സൂര്യൻ. പിന്നെ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? നല്ല പൂക്കൾ, അല്ലേ? പൂക്കളിലൊരു ബട്ടർഫ്ലൈ ഉണ്ട്. എന്താ പറയുക? പതങ്ക്. सुगंध भरी फूलों में पतंग आए हैं. 1, 2 ബട്ടർഫ്ലൈ ഉണ്ട്, അതുകൊണ്ടാണ് ആയേ ഹേ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ എഴുതിയിരിക്കണേ? ആസ്മാൻ മേം ബാദൽ ഹേ പാനി ബറസ്താ ഹേ ചിടിയ പേട് പർ बैठ कर गा रहा है नदी बहता है सूरज पहाड़ों के पीछे से आ रहा है സുഗന്ധ ഭരി ഫൂലോ മേം പതങ്കായേ ഹേ. രാവിലെ ആയി. അപ്പോൾ പൂക്കളിലൊക്കെ ആര് വന്നു? പതങ്ക് വന്നു. മേരെ വിവരൺ മേ ഹാ ഓർ നഹീം. എൻ്റെ വിവരണത്തിൽ ഹാന്നോ അല്ലെങ്കിൽ നഹീന്നോ ഏത് വേണമെങ്കിൽ നമുക്കിവിടെ ചേർക്കാം. ശീർഷക് ഹേ, നമ്മളിവിടെ ശീർഷക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ശീർഷകൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പം നഹീം എന്ന് എഴുതാം അവിടെ. ദൃശ്യോं का विवरण है. ഹാ അല്ലേ? ദൃശ്യോं का विवरण है. ദൃശ്യത്തിൻ്റെ
വിവരണം കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഉചിത് ഭാഷ ഹേ, ശരിയായ ഭാഷയല്ലേ നമ്മൾ യൂസ് ചെയ്തിരിക്കണേ. ഇനി അടുത്തത് എന്താണ്? പോസ്റ്റർ തയ്യാർ കരേം. പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ്. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ്. അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ. ദേശീയ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ സൗഹൃദത്തിൻ്റെ, മിത്രത എന്ന് പറഞ്ഞാൽ എന്താണ്? സൗഹൃദം. സൗഹൃദത്തിൻ്റെ എന്താണ്? ഡേ. ഇപ്പോൾ ഓരോ ദിവസവും ഓരോ ഡേ ഇല്ലേ? ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, അങ്ങനെ ഓരോ ഡേ പറയുമ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? ഫ്രണ്ട്ഷിപ്പ് ഡേ. ഇവിടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് പഠിച്ചതല്ലേ. കൂട്ടുകാരില്ലാതിരുന്ന രൂരുവിന് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. അത് കാരണം എന്താ നമ്മളിവിടെ പഠിക്കുന്നത്? മിത്രത, കൂട്ടുകെട്ടിനെ കുറിച്ചിട്ടാണ് പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ് എന്നാണ്? മിത്രതാ ദിവസിൻ്റെ ഡേറ്റ് എന്നാണ്? ജൂലൈ 30 ആണ് മിത്രതാ ദിവസ്. പിന്നെ നമുക്ക് എന്തെഴുതാം? സുഖ് ഓർ ദുഃഖ് में साथ रहे. ആര്? സുഖോർ ദുഃഖമേ സാത്ത് രഹേം. ആരാണ്? മിത്ര. മിത്ര സുഖോർ ദുഃഖമേം സാത്ത് രഹേം എന്ന പോസ്റ്റർ നമുക്ക് എഴുതാം. എന്നാണ് അന്താരാഷ്ട്രീയ മിത്രതാ ദിവസ്? ജൂലൈ 30. ജൂലൈ 30 ആണ് മിത്രതാ ദിവസ് വരുന്നത്. പോസ്റ്റർ തയ്യാറാക്കുക. ഇതൊക്കെ നിങ്ങൾ പോസ്റ്ററിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സന്ദേശ് വാക്യ ഹേ, നല്ലൊരു സന്ദേശമാണ്. ആകർഷകത ഹേ, നമ്മൾ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് നല്ല മനോഹാരിത ഉണ്ടാവും അല്ലേ. താരീഖ് ഹേ, ഡേറ്റും വേണം. ഡേറ്റും എഴുതണം. ഏതാണ് ആ മിത്രതാ ദിവസ് എന്നുള്ള ഡേറ്റ് എഴുതണം. അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. സന്ദേശ് വാക്യാണ്, ആകർഷകതയുണ്ട്, താരീഖ് ഹെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആകർഷകതയാണ്, താരീഖുണ്ട്. നല്ല മനോഹരമായിട്ട് ചിത്രങ്ങൾ റെഡിയാക്കാം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള. എല്ലാ കൂട്ടുകാരും വളരെയധികം ശ്രദ്ധയോടുകൂടി വീണ്ടും വീണ്ടും വീഡിയോ കണ്ട് അതിനുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അഭിപ്രായം പറയുക. എന്തെങ്കിലും പറഞ്ഞു തരാനുള്ള സംശയങ്ങളുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, ധന്യവാദ് ബച്ചോ.